ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലേ. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് തമ്മിൽ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ദേഷ്യം, എന്താണ് പ്രശ്നം എന്നൊക്കെ. അത്തരത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, എന്താണ് എന്നോട് ഇത്ര ഇഷ്ടക്കേടും ദേഷ്യമൊക്കെ വരാനുള്ള കാരണം. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, നിനക്കൊട്ടും പക്വതയില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ലോകപരിജ്ഞാനവും പക്വതയും അങ്ങനെ കുറേ ജീവിതാനുഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് പറയുന്നത് 1 വയസ്സിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നങ്ങ് സിങ്കായി വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായി ചിന്തിച്ചു, ശരിയാണ്, എനിക്കല്ലെങ്കിൽ കുറച്ച് പക്വത കുറവുണ്ട്, കുറച്ച് കുട്ടികളി കൂടുതലാണ് എനിക്ക്. ഞാനിങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, അല്ല അങ്ങനെ തോന്നാൻ എന്താ കാരണം? അതിന് പറഞ്ഞ മറുപടി ഇതിനേക്കാൾ ഭയങ്കര രസകരമാണ് കേട്ടോ. ഞാൻ എൻ്റെ 3 വയസ്സുള്ള കുട്ടിയോടൊത്ത് പുറത്ത് പോകുമ്പോൾ അവളുടെ ഒപ്പം കളിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ മിഠായിയൊക്കെ ഞാനും കഴിക്കുന്നു. ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അത് ഞാൻ കഴിക്കുന്നു. പിന്നെ സ്ഥലവും സന്ദർഭമൊന്നും നോക്കാതെ ഞാൻ പാട്ടും, മരിച്ച വീട്ടിൽ പോയിട്ടല്ല കേട്ടോ, പാട്ടും കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് പുള്ളി കണ്ട പക്വതയില്ലായ്മ. അതെ, വളരെ ശരിയാണ്, ഞാനൊരു പക്വതയില്ലാത്തവളാണ്. നിൻ്റെ കണ്ണിൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഇനി അത് തിരുത്താൻ എന്നെക്കൊണ്ടാവില്ല. ഒരു പക്ഷേ കാലം അത് ചെയ്തേക്കാം. അന്ന് ഞാനും നീയും ഒന്നിച്ചുണ്ടാവണമെന്ന് കാലത്തിന് വാശി പിടിക്കാനാവില്ലല്ലോ. ഒന്ന് ഓർത്ത് നോക്കൂ. അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് മാറ്റാൻ നമ്മളെ കൊണ്ടാവുമോ? ഒരിക്കലുമില്ല. അവർ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നീ ഇങ്ങനെയാണ്, നീ പക്വതയില്ലാത്തവളാണ്, നിനക്ക് ഇത്ര നോളജേ ഉള്ളൂ എന്ന് ചിന്തിച്ചെടുത്ത് നമുക്ക് എങ്ങനെ മാറ്റാനാണ് അല്ലേ? അപ്പോൾ നമുക്കതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അത് കാലം മാറ്റട്ടേന്നേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരോട് കേട്ടോ, ഒരമ്മ എന്ന വാക്കിന് അർത്ഥം ചൊല്ലിത്തരാതെയാണ് ഒരമ്മ നിന്നെ വളർത്തിയത് എന്ന് വെച്ച് എല്ലാ അമ്മയും നീ കണ്ട അമ്മയല്ലല്ലോ. എൻ്റെ മനസ്സിലെ മാതൃത്വം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഞാനാണോ? ഒരിക്കലുമല്ല. എനിക്ക് നിന്നെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള സമയവും ഇല്ല, അതിനൊട്ട് സൗകര്യമില്ല.